തുവ്വൂർ തെക്കുംപുറം നിവാസികളുടെ ഉറക്കം കെടുത്തി സൈക്കോ കള്ളൻ. വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം നടത്തുന്നതിനോടൊപ്പം ജനൽ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിക്കൽ, വാട്ടർ ടാങ്ക് അടിച്ചു തകർക്കൽ തുടങ്ങിയവയാണ് കള്ളന്റെ പ്രധാന വിനോദം. പ്രദേശത്ത് പോലീസിന്റെ രാത്രികാല പരിശോധന ഊർജിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അടുത്ത കാലത്തായി തെക്കുംപുറം മേഖലയിൽ മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും പതിവാണ്. 2 ദിവസം മുൻപ് കിഴക്കുപറമ്പൻ റഫീഖിന്റെ വീട്ടിൽ കയറിയ മോഷ്ടാവ് 4 പവൻ സ്വർണവും 20,000 രൂപയും കവർന്നിരുന്നു. മാസങ്ങൾക്ക് മുൻപ് ജുമാ മസ്ജിദ് ഖത്തീബിന്റെ പണവും മോഷണം പോയി. മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇല്ലിക്കൽ ഇബ്രാഹിം ഹാജിയുടെ ടെറസിന് മുകളിലെ വാതിൽ തകർക്കുകയും സൈനികനായ വട്ടിപ്പറമ്പത്ത് ഷെഫീഖിന്റെ വീട്ടിലെ പൈപ്പുകൾ തുറന്നിടൽ, ജനാലയിൽ അടിക്കൽ, തൊണ്ടിയിൽ സൈനുദ്ദീന്റെ വാട്ടർ ടാങ്ക് തകർക്കൽ തുടങ്ങിയ പരിപാടികളാണ് സൈക്കോ കള്ളനിൽ നിന്ന് ഉണ്ടാകുന്നത്. സ്ത്രീകൾ മാത്രമുള്ള വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത് എന്നതും ആശങ്ക സൃഷ്ടിക്കുകയാണ്. നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഇപ്പം 2-3 ദിവസമായിട്ട് ഞങ്ങളെ ഈ ഭാഗത്ത് കൂടെ, പ്രത്യേകിച്ച് ഈ തെക്കുംപുറത്തിൻ്റെ ഈ പള്ളി മദ്രസ അതിൻ്റെ മുകൾ ഭാഗം താഴ്ഭാഗം പട്ടാളം ഷെഫീഖ് എന്ന് പറയും. അവൻ്റെ വീട്ടിൽ പോയിട്ട് രാത്രിയിൽ കള്ളന്മാർ ബെല്ലടിക്കുന്നു, ടാപ്പ് തുറന്നിടുന്നു. അതേപോലെ ഏറ്റവും അവസാനത്തിൽ ഇപ്പം നാണിൻ്റെ തൊണ്ടിയിൽ സൈൻ ലാബിദ് എന്ന് പറയും, അവൻ്റെ വീട്ടിൽ കയറിയിട്ട് മുകളിൽ 1000 ലിറ്റർ വെള്ളത്തിൻ്റെ ടാങ്ക് പൊട്ടിച്ചു, ജനലുകൾ തകർത്തു, അതുപോലെ ഓടുകൾ ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ കവർച്ച നടത്താനാണോ എന്താണെന്നറിയില്ല. എന്തായാലും ഇതിനെ പിടികൂടുക എന്നുള്ളതാണ്. ഇപ്പോൾ നാട്ടുകാർ എല്ലാവരും ഉണർന്നിരുന്നിട്ടുണ്ട്. ഏതായാലും പെട്ടെന്ന് തന്നെ ഈ കള്ളന്മാരെയൊക്കെ പിടിക്കാനാവട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പരാതികൾ ഉയരുമ്പോൾ മാത്രം സ്ഥലം സന്ദർശിക്കലും ഡോഗ് സ്ക്വാഡ് പരിശോധനയും നടത്തുന്നതല്ലാതെ പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് ഇവിടെ ഇല്ലിക്കൽ സംസു എന്ന് പറഞ്ഞ ആളത്തോട് വീട്ടിൽ നിന്ന് ഇതേപോലെ ഒരു 10-15 പവൻ പോയിട്ടുണ്ട്. അതിനും ഇതുവരെ ഒരു തുമ്പിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ റഫീഖിൻ്റെ വീട്ടിൽ നിന്ന് 4 പവനാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഡെയിലി ഇവിടെ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയാനുള്ള സമയം. പക്ഷെ ഒരു എന്താണെന്നറിയില്ല, ഒരു കള്ളനാണ് പിടി കിട്ടുന്നത്. അതിന് പോലീസ് ഒന്നും കൂടി ഇതിൽ ജാഗ്രത പാലിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മേഖലയിൽ രാത്രികാല പെട്രോളിംഗ് ഊർജിതമാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്.